ഈ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതിൽ എപ്പോഴും വിശ്വാസമുണ്ട്. ഞാനൊരു അച്ചടക്കമുള്ളൊരു പ്രവർത്തകനാണ്. കാരണം എപ്പോഴും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ ഉത്തരവ് ഞാൻ കാണുന്ന വെച്ചാൽ ഇൻ എവറി ഡിസഡ്വാൻറ്റേജ് ദർ ഈസ് എൻ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കാണാറുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ഇങ്ങനൊരു പോരായ്മ സംഭവിച്ചെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചു, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നിത് പത്രമാധ്യമങ്ങൾ മുഴുവൻ കാണുകയാണ്. അപ്പോൾ ഒന്നുകൂടി പ്രവർത്തകർക്ക് മനസ്സിലാവും, ശരിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കണമല്ലോ എന്ന് ഒരു ആവേശമുണ്ടാക്കുന്ന ഇതിപ്പോൾ എന്ത് വെച്ചാൽ 10 ദിവസം കൂടെ ഉണ്ട്. ഈ 10 ദിവസം ഞാൻ എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നു. ഈ ചോദ്യം ചോദിച്ചതിന് 1000 നന്ദി. കാരണം 2 മേഖലകൾ പ്രധാനമായിട്ടും, അത് കശുവണ്ടി മേഖല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2.5 ലക്ഷത്തോളം വനിതാ തൊഴിലാളികൾ ഇന്ന് വീട്ടിലിരിക്കുകയാണ്, ദുരിതത്തിലിരിക്കുകയാണ്, ജോലി നഷ്ടപ്പെട്ട്. ഏകദേശം 700-800ഓളം സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ഇന്നത് 70ഓളം സ്ഥാപനങ്ങളായി. അപ്പോൾ തൊഴിലാളികളും മുതലാളിമാരെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എനിക്ക് കോടികൾ കയ്യിലുണ്ട്, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണ്. ഈ ഇവരുടെ 2 കൂട്ടരെയും പ്രശ്നങ്ങൾ ഒന്ന് അഡ്രസ്സ് ചെയ്യുക. ഇവരെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാം? അപ്പോൾ മോഡിജിയുടെ ഓഫീസിലേക്ക്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലോട്ട് എഴുതിയപ്പോൾ നിവേദനം തയ്യാറാക്കി കൃത്യമായി കൊണ്ടുവരാൻ പറഞ്ഞു. ഇലക്ഷൻ സമയം വേണ്ട, വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡ് കൊണ്ടുവരണം. അതിൽ കശുവണ്ടി തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും പ്രതിനിധികളുണ്ടാവണം. അവരുടെ വോയിസ്, അവരുടെ ശബ്ദം അവരിലൂടെ നേരിട്ട് കേൾക്കണം. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ നിവേദനം ഒരു സൈഡിൽ. രണ്ടാമത്തെ വിഷയം കൊടുത്തത് കടലോര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തീരദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരു കടലാക്രമണം ഉണ്ടായി, വീടുകൾ നഷ്ടപ്പെട്ടു. ഉടനെ എന്താ ചെയ്യുന്നത്? അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക, അല്ല അവരെ ഏതെങ്കിലും സ്കൂളിലോട്ട് മാറ്റി പാർപ്പിക്കുക. ഇതല്ല നമുക്ക് വേണ്ടത്. ഇതൊരു പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന, അപ്പോൾ അവിടെ പരിക്ക് കിടക്കണം. നമുക്ക് ആഴത്തിൽ പോയി എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി ശാശ്വതവും സുസ്ഥിരവുമായ ഒരു പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും ഈ 2 വിഷയങ്ങളായിട്ടുള്ള നിവേദനം ഉൾപ്പെടുത്തിയെങ്കിലും ഇതിന് തൊട്ട് മുമ്പ് തന്നെ പർഷോത്തം റുപാലജി, ഫിഷറീസ് മിനിസ്റ്റർ, അദ്ദേഹത്തെ അറിയിക്കുകയും ഒരു കേന്ദ്ര സംഘത്തെ വരുത്തുകയും ചെയ്തു. അവരുടെ പഠന റിപ്പോർട്ട് ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. ഇലക്ഷന് ശേഷം കാര്യമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം.